ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. റവ കൊണ്ട് ഒരു നല്ലൊരു പലഹാരം. ഇപ്പോൾ സ്കൂൾ അടപ്പല്ലേ, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പലഹാരം. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് താണ്ടേ ഈ 1 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ച് തുടങ്ങാം. നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓണാക്കേ. ഈ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കേ. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തേ. നെയ്യൊന്ന് ചൂടാവട്ടെ, ഒന്ന് മെൽറ്റാവേണ്ടത് ഉരുകട്ട്. ഈ ഉരുകി വരുന്ന നെയ്യിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന റവയില്ലേ, അതിട്ട് കൊടുത്ത് അതിനകത്ത് ഈ 1 കപ്പോളം ഉണ്ട് തേങ്ങ ചിരിയതേ, അതും ഇട്ട് കൊടുത്തേ. ഒന്ന് രണ്ടുകൂടെ മിക്സ് ചെയ്യേ. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1 കപ്പ് ശർക്കര ഉണ്ടോ, ഇതിന് വേണ്ടേ. അന്നേരം അത് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ റവ എടുത്തില്ലേ, ഈ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇളക്കാം, അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കാം. സ്റ്റൗ കത്തിക്കേ, ഒന്ന് തിളപ്പിച്ചെടുക്കേ. റവ ഇളക്കി കൊടുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇത് വലുതായിട്ടങ്ങ് മൂത്ത് കൊണ്ട ഇതിൻ്റെ ഒരു മണം മാറത്തില്ല, തേങ്ങയുടെയൊക്കെ ഒരു പച്ച മണം, അതൊന്നും മതിയേ. റവയൊക്കെ ചെറുതായിട്ടൊരു ചൂടാണ്. തീ ഒന്ന് കുറച്ചിടാം. നമുക്ക് ചെറിയ സ്റ്റൗ കത്തിക്കാം. അതിനകത്തൊക്കെ ഗ്യാസ് തീ കുറച്ചിട്ടേക്കാണ്. അത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കേ, ശകലം. ഇതിലോട്ട് ഒരു 7-8 അണ്ടിപ്പരിപ്പ് 2-3 ആയിട്ടൊക്കെ പിളർന്നിട്ട് കൊടുത്തേ, പൊടിച്ചിട്ട് കൊടുത്ത്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ട് ഞാൻ ഇടുന്നേ ഉള്ളേ. ഇതിനകത്ത് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മുന്തിരിങ്ങ, പിന്നെ കുരുവില്ലാത്ത കഴുകി വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കേ.
ഒഴിക്കട്ടെ. നമ്മുടെ ഈ ശർക്കര ഇതിപ്പോൾ അരിച്ചൊഴിക്കാനൊന്നുമില്ല, കാര്യം പൊടി ശർക്കരയായിരുന്നു. ഇത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇത് ഈ ശർക്കര പാനി കിടന്നൊന്ന് കുറുകി വരട്ടെ. ഈ ഒന്ന് കൂട്ട. ഇതിനകത്ത് ഒരു 6 ഏലക്ക പൊടിച്ചതേ. ഇതിലോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. ഒരു ശകല സമയം കൂടി ഇരിക്കട്ടെ, ഒന്ന് കട്ടി പിടിച്ച് വരണം. മതിയേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം. ഓക്കെ, ഇത് മതിയേ. ഇനി ഇതുകൊണ്ട് ഇരിക്കട്ടെ. ഇത് നാറി കിട്ടണം. നാറി കിട്ടിയാലേ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, മതിയേ. ഗ്യാസ് ഓഫാക്കി. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് ബാക്കി നോക്കാം. ഇതേ നോക്കിയേ, നമ്മുടെ കൂട്ട് റെഡിയായി കഴിഞ്ഞു. ചൂടെല്ലാം പോയി, ചെറിയൊരു ചൂടേ ഉള്ളേ. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉരുട്ടി നമുക്ക് ഈ പ്ലേറ്റിലോട്ട് വെക്കാം. അങ്ങനെ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഇത് നെയ്യ് വേണമെന്നില്ല, റിഫൈൻഡ് ഓയിൽ ആയാലും മതിയേ. ചിലർക്ക് നെയ്യുടെ മണം ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇനി ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെക്കട്ടെ. കണ്ടില്ലേ, നമ്മുടെ ലാസ്റ്റ് അവരെയും റെഡിയായി കഴിഞ്ഞ് അതും റെഡിയാക്കി വെച്ച് ഞാൻ 2 ഷേപ്പായിട്ടെടുത്ത് നോക്കിയേ. ഉരുട്ടിയെടുത്ത് ഇതുപോലെ എടുത്തേ. ഇത് ഉരുട്ടാം. ഓക്കെ, ഇതെല്ലാം ഇരിക്കട്ടെ. ഇനി ഞാൻ
ഒരു ഇഡ്ഡലി കുട്ടും വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കാണിക്കാം. നമുക്ക് ഇഡ്ഡലി കുട്ടും ഓണാക്കാം. ഇഡ്ഡലി കുട്ടും വെച്ചിട്ടുണ്ടേ. ഇനി ഈ തട്ടിലോട്ട് ഒരു ശകലം നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്ന് തടയി കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളം തിളച്ച് ഇതൊന്ന് ആവി ഒന്ന് വന്നു തുടങ്ങട്ടെ. നമ്മൾ വെള്ളം ചൂടായേ. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 8 മിനിറ്റ് തീ ഒന്ന് സിമ്മിലിടാം. സിമ്മിലല്ല, മീഡിയത്തിലിടാം. ഒരു 8 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവട്ടെ. 6, 7, 8 ഒരു മിനിറ്റ്. കാര്യം വെന്ത സാധനമല്ലേ ഇത്. അപ്പോൾ നമുക്ക് 8 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ, ഞാൻ ഗ്യാസ് ഓഫാക്കുക. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയേ. ഇത് പക്ഷേ ഇപ്പോൾ എടുക്കാൻ ഒക്കത്തില്ല, ഭയങ്കര ചൂടാണ്. ഒരു കുറച്ചൊന്ന് തണുത്ത് കഴിയട്ടെ, എന്നിട്ട് എടുക്കാം. നമ്മുടെ റവ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം തണുത്ത് വേവുന്നതിനേക്കാളും സമയം തണുത്തായിരുന്നേ. കുറേ നേരമായി, ഒരു 10-15 മിനിറ്റോളമായി. കാര്യം തൊട്ടപ്പോൾ ഒക്കെ ചൂടാണ്. ഞാനിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടെ വെക്കാം. ചിലതിൻ്റെയൊക്കെ മുന്തിരിങ്ങയൊക്കെ ഇളകി വീണിട്ടുണ്ട്, ചിലതൊന്നും കുഴപ്പമില്ല. മിക്കതും ഇരിപ്പുണ്ടേ. ഒന്നെല്ലാം എടുത്ത് വെക്കട്ടെ. പ്ലേറ്റ് മാറ്റിയേ. കാര്യം ഇത് എല്ലാം കൂടി ഇതിൽ കൊള്ളില്ല. വലിയ പ്ലേറ്റ് ഇട്ട് എല്ലാം കൂടി സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ ഏത് കപ്പിനാണോ റവ എടുക്കുന്നത് ആ കപ്പിന് വെള്ളം എടുക്കാവുള്ളേ. 2 ഗ്ലാസ് വെള്ളം. പിന്നെ മധുരം കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല, അവരവരിഷ്ടം. പിന്നെ 2 ഗ്ലാസ് വെള്ളം. ഏത് കപ്പ് എടുത്തോ ആ കപ്പിന് 1 ഗ്ലാസ് റവയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് ആ സെയിം കപ്പിന് തന്നെ വെള്ളം എടുത്തോണേ. 2 ഗ്ലാസ് ഇരട്ടി. അപ്പം ഇത് ഭയങ്കര ഈ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊന്നും ഇടണമെന്നില്ലേ. വെറുതെ തേങ്ങയും റവയും ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.